ഇരിക്കുമ്പോഴാണ് നമുക്കിത് ദോഷമായിട്ട് അനുഭവിക്കുന്നത്. ശരീരം ബലം പിടിക്കാതെ ഇരുന്നാൽ, ശരീരത്തിൽ കൂടുതൽ സ്പേസ് ഉണ്ടെങ്കിൽ ആരെന്ത് പറഞ്ഞാലും കാരണം നമ്മൾ തീരുമാനമെടുത്ത് ശരീരം അയഞ്ഞിരിക്കുമ്പോൾ തീരുമാനമില്ല. മനസ്സിലായ? ശരീരം അയഞ്ഞിരിക്കുമ്പോൾ നമ്മളിൽ തീരുമാനമില്ല. അപ്പോൾ ആരെന്ത് പറഞ്ഞാലും അത് കംപ്ലീറ്റ്ലി സൂക്ഷ്മത്തിലാണ് വന്ന് സ്പർശിക്കുന്നത്. എന്നുവെച്ചാൽ സൂക്ഷ്മം എന്ന് പറയുമ്പോൾ മർദ്ദം കുറഞ്ഞ ഭാഗത്ത് അവർ വളരെ സ്ട്രോങ് ആയിട്ട് ബലം പിടിച്ച് പറഞ്ഞ സംഭവം നമ്മൾ അയഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് ഈ അന്തരീക്ഷത്തിൽ കൂടെ കടന്നു വരുമ്പോൾ സൂക്ഷ്മതലത്തിലേ എത്തി സ്പർശിക്കുന്നുള്ളൂ. അപ്പം അവർ എത്ര ചീത്ത പറഞ്ഞാലും നമ്മൾക്കിതെങ്ങനെയാണ് കിട്ടുന്നത്? സൂക്ഷ്മത്തിലാണ് കിട്ടുന്നത്, അല്ലേ? വളരെ ഇല്ല, കാരണം വളരെ റിലാക്സ് ചെയ്ത് സൂക്ഷ്മത്തിലിരിക്കുമ്പോൾ, ആ സൂക്ഷ്മത്തിലിരിക്കുമ്പോൾ കാലം നമ്മളെ സ്വാധീനിക്കുന്നുമില്ല. കാരണം സ്ഥൂലത്തിലാണ് കാലത്തിൻ്റെ പ്രവർത്തനങ്ങൾ കിടക്കുന്നത്. മനസ്സിലായ? കാലത്തിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ എല്ലാം സ്ഥൂല ശരീരമായി. അപ്പം നമ്മൾ ഒബ്സസ്ഡാണ്, നമുക്ക് ആസക്തിയുണ്ട്. അപ്പോഴൊക്കെ സ്ഥൂല ശരീരത്തിൻ്റെ ഭാഗത്തായിരിക്കും നമ്മളുടെ അനുഭവം. അതുകൊണ്ടാണ് നമ്മൾ എടുത്തടിച്ച് തിരിച്ചടിച്ച് മനസ്സിലാക്കുക. കാരണം ഒരു സ്ഥൂല സ്വപ്നമുണ്ട് ശരീരത്തിൽ. അവിടെ ശരീരം മുറുകിയിരിക്കുകയാണ്. ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ മുറുക്കമുണ്ട്. മനസ്സിലായ? സ്വപ്നം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും മുറുക്കമുണ്ട്, ചിന്തയുണ്ടെങ്കിലും മുറുക്കമുണ്ട്. മനസ്സിലായ? ഇല്ല, അവിടെ ചിന്തിച്ചിങ്ങനെ പിടിച്ചു വെച്ചിരിക്കണം, എനിക്കത് വേണം എനിക്കത് വേണം എന്ന് വെച്ചാൽ ശരീരം മുറുകിയിരിക്കുക. മനസ്സിലായ? അവിടെ ഭാഗികമായിട്ട്, കാരണം എനിക്കത് കിട്ടണം ആഗ്രഹമല്ലേ. ആഗ്രഹിക്കുന്നവരും ഇത് മുറുകിക്കൊണ്ടിരിക്കും. കിട്ടുന്നില്ല എന്നാലും വിട്ടുകൊടുക്കുന്നുമില്ല. പക്ഷേ ഇത് അറിയുന്നുമില്ല, ഈ വ്യക്തി ഇത് അറിയുന്നില്ല. ഈ വ്യക്തിയുടെ ഉള്ളിൽ മുറുകിക്കൊണ്ടിരിക്കണം, മരവിച്ചുകൊണ്ടിരിക്കണം. രക്തോട്ടം ഒരു ഭാഗത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുക. രക്തോട്ടമാണ് കുറയുന്നത്. അതുകൊണ്ട് എന്താണ്? രോഗം ഉറപ്പായിട്ടും വരും. മനസ്സിലായ? രോഗം വരാതിരിക്കാൻ പറ്റത്തില്ല. ദുഃഖിപ്പിക്കുന്നതായാലും സന്തോഷിപ്പിക്കുന്നതായാലും സഹതാപമായാലും ഒരു ഇമേജസും ക്രിയേറ്റ് ചെയ്യാതെ, ഒരു മർദ്ദം ഉണ്ടാക്കാതെ. അതെ സൂക്ഷ്മത്തിലിരിക്കുമ്പോൾ ഒരു മർദ്ദവും ഇല്ല. വെറുതെ നൈസായിട്ട് നമ്മളിങ്ങനെ അപ്പൂപ്പൻ താടി പറന്ന് നടക്കുന്ന പോലെ ഇങ്ങനെ നടക്കുക. മനസ്സിലായ? വെള്ളത്തിൻ്റെ മുകളിൽ പൊന്തിക്കിടക്കുന്ന മനസ്സിലായ ബോള് പോലെയാ. ഓളം വന്നു കഴിഞ്ഞാൽ ബോൾ അങ്ങോട്ട് പോകും, അവിടെ നിന്ന് ഓളം വന്നാൽ ബോൾ ഇങ്ങോട്ട് പോകും. എന്താ കാര്യം ഇരിക്കണം? ഒരു കുഴപ്പമില്ല. ബോളിനൊരു കുഴപ്പം. അതെ കയ്യെത്തിയാ പിടിക്കാനും പറ്റില്ല. നോക്കിയിട്ട് സംഭവം കൊള്ളുകയും ചെയ്യും, നല്ലതുമാണ്. എന്താ ചെയ്യുക? അപ്പോൾ ഇത് വളരെ വളരെ സിമ്പിളാണ്. ഇപ്പം നമ്മുടെ വിചാരത്തിൽ ഞാൻ അരുണിനോട് പറഞ്ഞ്, അരുൺ കേട്ടില്ലേ? അരുണല്ല അവിടെ കേൾക്കുന്നത്. കേൾക്കുന്നത് ഈ അന്തരീക്ഷമാണ് കേൾക്കുന്നത്. എന്നിട്ട് അന്തരീക്ഷം പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം സംസാരിച്ചു അന്തരീക്ഷം പ്രതികരിക്കുന്ന ഭാഗം സൂക്ഷ്മത്തിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. കാരണം അരുണിനെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്നുള്ള ഭാഗത്ത് ഇരിക്കുക. അരുണിനോട് സംസാരിച്ചു, ഓക്കെ, അരുൺ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഈ അരുണിൻ്റെ റെസ്പോൺസ് പ്രകൃതിയുടെ റെസ്പോൺസാണ്. മനസ്സിലായി? അത് പ്രകൃതിയുടെ റെസ്പോൺസാണ്. അത് അരുണിൻ്റെ അല്ല, അരുണിൻ്റെ ആയിട്ട് എടുക്കരുതും. നമ്മൾ സംസാരിച്ചപ്പോൾ അരുൺ പ്രതികരിച്ചു അല്ലേ? അരുണിൻ്റെ ശരീരം അത് സ്ഥൂലമായിട്ട് ബലം പിടിച്ചോ എങ്ങനെയിരിക്കട്ടെ, അരുൺ പ്രതികരിക്കുമ്പോൾ അത് അരുൺ പ്രകൃതിയുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ അരുണിന് മറിച്ച് പറയാൻ പറ്റുമായിരുന്നു എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ സഫർ ചെയ്യുന്നത്. അരുണിനെ കൊണ്ട് പറയിപ്പിക്കുന്നത് നമ്മളാണെന്ന് നമ്മൾ അറിയുന്നില്ല. പിടികിട്ടിയ? അതെ, സൂക്ഷ്മത്തിൽ അരുണിന് എന്ത് അനുഭവം ഉണ്ടായി? അരുണിന് സൂക്ഷ്മത്തിൽ നിന്ന് എന്ന അനുഭവമാണ് അരുൺ സ്ഥൂലത്തിൽ പ്രകടിപ്പിക്കുന്നത്. നമ്മൾ സൂക്ഷ്മത്തിൽ അനുഭവിക്കുന്ന ഭാഗത്താണെങ്കിൽ ശ്രദ്ധിക്കണേ, സ്ഥൂലത്തിൽ പ്രകടിപ്പിക്കുന്ന ഭാഗത്താണെങ്കിൽ കാലത്തിൻ്റെ ഭാഗത്തായി.
സൂക്ഷ്മത്തിലാണെങ്കിൽ അതീന്ദ്രജ്ഞാനത്തിലായി. അതെ. ആ ആ ഇവിടെ നമ്മളെപ്പോഴും എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് സ്ഥൂലം എന്ന് പറയുമ്പോഴത്തേക്കൂടെ മരണമാണ്. അവിടെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ എന്ത് ചെയ്യാനാണ്? അരുൺ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് അല്ലേ? അരുൺ അങ്ങനെയല്ല ഡെലിവറി ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അതിൻ്റെ മാതൃക, അതൊരു മാതൃകയിലാണെന്ന് ഞാൻ തീരുമാനിക്കുന്നു. അതിൻ്റെ മാതൃക മാറുന്ന എവിടെയാണ്? മാതൃത്വത്തിലോട്ട് നമ്മൾ ഇരിക്കുമ്പോൾ അരുണിൻ്റെ മാതൃക മാറി മാതൃത്വത്തിൽ വരും. മനസ്സിലായി? അത് മാതൃത്വത്തിലെത്തും. എത്താതിരിക്കാൻ പറ്റത്തില്ല. സൂക്ഷ്മത്തിലെത്തുമ്പോൾ അത് മാതൃത്വമായി. അങ്ങനെ പറ്റത്തുള്ളൂ. എന്തൊക്കെ നിലപാടെടുത്താലും ആ നിലപാടിന് ആയുസില്ല അല്ലേ? ഇപ്പം ദേഷ്യം പിടിച്ച് സംസാരിക്കുന്നു, എത്ര നേരം ദേഷ്യം പിടിച്ചിരിക്കാൻ പറ്റും? പറ്റത്തില്ലല്ലോ, പറ്റത്തില്ല. അപ്പം ദേഷ്യപ്പെട്ട് പറയുന്ന കാര്യങ്ങളും അന്തരീക്ഷത്തിൽ അധികം നേരം അത് ഇരിക്കത്തില്ല. അങ്ങനെ മനസ്സിലായ? ഇല്ല, കാരണം അത് ആ അന്തരീക്ഷത്തിൽ അതിന് അല്പ ആയുസേ ഉള്ളൂ. അത് അന്തരീക്ഷത്തിൽ വന്നു കഴിഞ്ഞാൽ അതപ്പം തന്നെ വീണ്ടും മാതൃത്വത്തിലോട്ട് അത് മാറും. കാരണം അരുണിൻ്റെ കയ്യിൽ നിന്ന് വിട്ട് അല്ലേ? അരുണിൻ്റെ കയ്യിൽ നിന്ന് വിട്ട് ഇനി അത് അന്തരീക്ഷത്തിൽ വന്നിട്ട് അതിനവിടെ ആ ബലം പിടിച്ചിരിക്കുന്ന അവസ്ഥ അന്തരീക്ഷത്തിൽ സാധിക്കുമോ? ഭാഗം അന്തരീക്ഷത്തിൽ അങ്ങനെ ബലം പിടിച്ചിരിക്കാൻ പറ്റുമോ? അപ്പം അത് അയഞ്ഞില്ലേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ സൂക്ഷ്മത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് അയഞ്ഞ് വന്നിട്ട് ആ ബലം പിടിച്ച് ഭയങ്കര വെറുപ്പോടുകൂടി പറഞ്ഞ സംഭവം നമ്മളുടെ ഉള്ളിൽ വരുമ്പോൾ എങ്ങനെ വരും? അത് അയഞ്ഞതായിരിക്കും. അർത്ഥം ഉണ്ടാക്കത്തില്ല. മനസ്സിലായ? നമ്മൾ സ്ഥൂലത്തിൽ ശ്രദ്ധിക്കുമ്പോഴാണ് അതങ്ങനെ തന്നെ കൈ കിട്ടും. മനസ്സിലായ? അതെ 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 അതെ. എന്താ ഗോകുൽ എന്താ പറയാൻ പറ്റും? എക്സാക്ട്ലി. ഞാനെന്ന് പറഞ്ഞ് ബലം പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്ത് കേട്ടാലും അത് മോശമായിട്ടേ വരത്തുള്ളൂ. നമ്മളോട് നല്ല രീതിയിൽ പറഞ്ഞാലും അവനത് മോശമാ. മനസ്സിലായോ? അല്ല, ഈ പ്രകൃതിയുടെ സ്വഭാവം എന്താണ്? ഈ അന്തരീക്ഷത്തിൻ്റെ സ്വഭാവം എന്താണ്? അന്തരീക്ഷത്തിനൊരു സ്വഭാവം ഇല്ലേ? ഈ പ്രകൃതി എന്ന് പറയണത് എന്താണ്? അത് പിടികിട്ടിയ പ്രകൃതി അതൊരു അച്ചാണ്. മനസ്സിലായ? നമ്മൾ പ്രകൃതിയിലാണ് നിൽക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം പ്രകൃതിയിലുണ്ട്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. നമുക്ക് തോന്നിയാസം കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവിടെ പ്രകൃതിയിലാണ് നമ്മൾ ബലം പിടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അത് പ്രകൃതിയെ എതിർത്ത് ചെയ്യാണ്. പക്ഷെ അപ്പം തന്നെ മർദ്ദം കൂടുതലായതുകൊണ്ട് നമുക്കവിടെ അത് തുടരാൻ പറ്റുന്നില്ല അല്ലേ? അതേ, കൊളാപ്സ് ആകും അല്ലേ? ഇപ്പോൾ വിഷമിക്കുമ്പോൾ പ്രകൃതിയിലെന്ന് വെച്ചാൽ ജലാവസ്ഥ എന്താണ്? വെള്ളത്തിൻ്റെ സാന്നിധ്യത്തിലാണ് മിസ്റ്റേക്കുകൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ദേഷ്യപ്പെടുമ്പോൾ അഗ്നിയുടെ ഭാഗത്താണ്, വായുവിൻ്റെ ഭാഗത്താണ്. മനസ്സിലായ? പിടികിട്ടിയ? അതെ അതെ അതെ. അവിടെ അതുകൊണ്ട് അപ്പം തന്നെ ഫ്രിക്ഷൻ വന്ന്, മനസ്സിലായോ? അതിൻ്റേതായിട്ടുള്ള കോൺസിക്വൻസ് ഉണ്ടാകും. എല്ലാ രോഗത്തിനും കാരണം ഇതാണ്. ഇപ്പോൾ വിഷമിക്കുന്നവർക്ക് എപ്പോഴും നീരിറക്കം കേട്ടില്ല. എക്സാക്ട്ലി. അത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമാണ് ഇത്
രൂപം കൊള്ളുന്നു. സമഗ്രമാണെങ്കിൽ ഈ ചൂട് ഒരു കുഴപ്പമില്ല, ശരീരത്തിൽ കിടക്കുന്ന ചൂട് തന്നെയാണ്, അത് ഒരു ഭാഗത്തോട്ട് ഫോക്കസ് ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തുള്ള ചൂടെല്ലാം പോയില്ലേ? പിടികിട്ടിയ ആ വിഷമിക്കുമ്പോഴും ഇത് തന്നെയാണ്, ശരീരത്തിൻ്റെ എല്ലായിടത്തും കിടക്കുന്ന ആ ജലാംശത്തെ ഒരു ഭാഗത്തോട്ട് കൊണ്ടുവരുന്നു. കൊണ്ടുവന്നിട്ട് ഇയാൾ വിഷമിക്കുന്നത്. അപ്പോൾ ശരീരത്തിൻ്റെ ലക്ഷണം എന്തായിട്ട് മാറും? ആ ജലാംശത്തിലാണ് എന്തോ അതെ 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 അതെ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഫിയർ ഉള്ള ആൾക്കാർ, ഫിയർ എന്ന് പറയുന്നത് കോൾഡ്, എക്സസ് കോൾഡാണ്, മനസ്സിലായി? അതുകൊണ്ടാണ് അവർക്ക് കാറ്ററാക്ട്, കണ്ണിൽ കാറ്ററാക്ട്, ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ പ്രകടമാകുന്നത് അതുകൊണ്ടാണ്, മനസ്സിലായി? ഇത് നമ്മൾ ജസ്റ്റ് നമ്മളെ പരിശോധിച്ചാൽ കാണാം, മനസ്സിലായി? കാരണം കണ്ണിലെന്തുകൊണ്ട് കാറ്ററാക്ട് വരുന്നത്? കാരണം കാഴ്ചയിൽ നിന്നാണ് ഇവർക്ക് ഫിയർ വന്നിരിക്കുന്നത്, മനസ്സിലായി? കണ്ട ചില കാര്യങ്ങൾ ഇവരുടെ ഉള്ളിലിങ്ങനെ നിന്നിട്ട് എൻ്റെ രൂഢമൂലമായിട്ടല്ലേ എന്നൊക്കെ പറയുന്ന വാക്ക് അവിടെ ഒക്കുമെങ്കിൽ ഇരിക്കട്ടെ, ഇല്ലെങ്കിൽ മാറ്റിക്കള. അതെ അതെ, ആ റൂട്ട് കോസ്, മനസ്സിലായി? ആ ഫിയർ ആയതുകൊണ്ട് അത് അവിടെ തന്നെ വന്ന് നിൽക്കുകയാണ്, മനസ്സിലായി? ഈ കാഴ്ചക്കാരനില്ല, കാഴ്ചയാണ്, കാഴ്ച ഭയങ്കര നെഗറ്റീവാണ്, മനസ്സിലായ? കാരണം ഇതിങ്ങനെ എന്ത് ചെയ്യാനാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയുടെ ബോഡി അറസ്റ്റാകുകയാണ്, മനസ്സിലായ? ഫ്രോസൺ ആകുകയാണ്. അവിടെ ഈ വ്യക്തിയിൽ കണ്ണിന് കാറ്ററാക്ട് ഉണ്ടാകും, കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാകും, ഇങ്ങനെയുള്ള ഭാഗത്തിനൊക്കെയുള്ള പോസിബിലിറ്റി അവിടെ അതുകൊണ്ടാണ് വരുന്നത്. ശരീരത്തിൽ എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടാകുമെന്ന് ഒരു പിടുത്തവും ഇല്ല. ഇനിയിപ്പോൾ ഞാനിപ്പോൾ കിഡ്നിയിലെന്ന് പറഞ്ഞ് കണ്ണിലെന്ന് പറഞ്ഞ് ഇതിന് തെളിവല്ലോ ഉണ്ടാ, ഒരു തെളിവും ഇല്ല, മനസ്സിലായോ? എന്തുവാ? അതെ 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 അത് പറയാൻ പറ്റും. സ്വാഭാവികമായിട്ടും വെള്ളം കൃത്യമായിട്ട് കുടിക്കാൻ ഉള്ള അവസരം അവർ പാഴാണ്. തന്നെ അത് ഈ സ്റ്റോൺ ഫോർമേഷനിലേക്ക്, കിഡ്നി പ്രോബ്ലത്തിലേക്ക് നാച്ചുറലി തന്നെ അത് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നത്. അതെ അതെ. ഇപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? ഇവിടെയൊക്കെ ഇങ്ങനെയല്ല ഇരിക്കേണ്ടത്, ഇവിടെ ഇങ്ങനെയല്ല ഇരിക്കേണ്ടത്, ഈ ഭൂമിയിൽ ഇങ്ങനെയല്ല കാര്യങ്ങൾ നടക്കേണ്ടത്. ഇവരുടെ വിഡ്ഢിത്തരമാണ്. ഭൂമിയിൽ ഇങ്ങനെയല്ല കാര്യങ്ങൾ പോകേണ്ടതെന്നുള്ള തീരുമാനം അടിച്ചേൽപ്പിക്കാൻ നോക്കിയാണ് പ്രകൃതിയിലോട്. പ്രകൃതിയാണ് ഇവർ വെല്ലുവിളിക്കുന്നത്, അല്ലാണ്ട് മനുഷ്യരെ അല്ല. ഇവരറിയുന്നില്ല, മനസ്സിലായി? ഇവരറിയുന്നില്ല. മനസ്സിലായി? 1000 പേരുണ്ട്, 10,000 പേരുണ്ട്, ഭൂമിയിലുള്ള ഭൂരിപക്ഷം ആൾക്കാരും ഈ വിശ്വാസത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? നടക്കത്തില്ലത്. പിടികിട്ടിയ? ഭൂമിയിലുള്ള മെജോറിറ്റി ആൾക്കാർ ഈ വിശ്വാസത്തിൽ, അതുകൊണ്ട് ഭൂമിയിൽ ഞങ്ങൾ മാറ്റം വരുത്തിയിരിക്കും. നടക്കുമോ? ഇരിക്കുന്ന കമ്പ് വെട്ടുന്ന പരിപാടിയാണ് ഈ ചെയ്യുന്നത്. എന്നുവെച്ചാൽ എല്ലാ മനുഷ്യരും ആ വിശ്വാസത്തിൽ വന്നാലും അത്രയും മനുഷ്യർ നശിച്ചു പോകത്തേ ഉള്ളൂ. കാരണം പ്രകൃതിയുടെ ഭാഗം എന്ന് പറയുന്നത് ഈ പറയുന്ന അണ്ടഘടാകത്തിൻ്റെ ഫോഴ്സല്ലേ വർക്ക് ചെയ്യുന്നത്. അത് കിട്ടിയ മനുഷ്യൻ അതിനെതിരെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അമ്മയുടെ മടിയിലിരിക്കുന്ന കൊച്ച് അമ്മേനെ ഉപദ്രവിക്കുന്ന പോലെ, മനസ്സിലായി? അമ്മയുടെ ഒക്കത്തിരിക്കുകയാണ്, അമ്മ എടുത്തുകൊണ്ട് കിടക്കുക, എൻ്റെ അമ്മേനെ ഉപദ്രവിക്കുമെന്നാണ് പറയണത്, മനസ്സിലായ? ഇനി അമ്മേനെ അഥവാ ഉപദ്രവിച്ചാൽ അമ്മയും കുഞ്ഞും രണ്ടും പോകുകയല്ലേ എന്ന് പറഞ്ഞ കണക്കാ, മനസ്സിലായ? ആ സാധ്യത അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. നമുക്ക് ആരെയും എതിർക്കാനൊന്നും പറ്റത്തൊന്നുമില്ല, ആരെയും എതിർക്കേണ്ട കാര്യമില്ല. എന്ന് അയാളെടുത്ത തീരുമാനമാണെന്നാണ് നമ്മുടെ വിചാരം. കാരണം നമ്മൾ തീരുമാനം എടുത്തിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. വീടിയ നമ്മൾ പണ്ടാരടങ്ങാൻ കുറേ തീരുമാനം എടുത്ത് വെച്ചിട്ട് ഇത് മറ്റുള്ളവരിൽ നടപ്പിലാക്കാൻ നോക്കുക. നമ്മുടെ തീരുമാനങ്ങളൊന്ന് മാറ്റി നോക്കിക്കേ, നമ്മുടെ നഗ്ന ശരീരം ഒന്ന് കണ്ടു നോക്കിക്കേ. ആഹാ, ഇത് പക്കാ സിമ്പിളാണ്, മനസ്സിലായോ? ഒറ്റക്കിരുന്ന് ചിരിക്കാൻ പഠിക്കണം. ഒറ്റക്കിരുന്ന് ചിരിക്കാൻ, സന്തോഷിക്കാൻ, ആനന്ദിക്കാൻ സാധിക്കണം. അപ്പോഴാണ് ശരിക്കും മെജോറിറ്റി പോകുന്നത് നോക്കുന്നത് പ്രകൃതിയുടെ ഭാഗമായിട്ട് പരിഗണിക്കാൻ പറ്റുമോ? മെജോറിറ്റി അങ്ങനെ പോകുന്നത് കൊണ്ട് പ്രകൃതിയുടെ പ്രവർത്തനം അങ്ങനെയാണെന്ന് പരിഗണിക്കാൻ പറ്റും? ഇല്ല. മെജോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പത്തിലെ മെജോറിറ്റി അല്ല. മെജോറിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? നമ്മൾ ആകാശം എടുക്കണം,
വായുമണ്ഡലം എടുക്കണം, ഭൂമി എടുക്കണം. ഇതൊക്കെയല്ലേ മെജോറിറ്റിയിലുമായിട്ട് കണക്റ്റായി നിൽക്കുന്നത്. അതുകൊണ്ട് വ്യക്തികളെടുത്താൽ മെജോറിറ്റി എങ്ങനെയാണ് ആകുന്നത്? മനുഷ്യർ മാത്രം എടുക്കുന്ന തീരുമാനങ്ങൾ വെച്ച് ഇവിടെ മൃഗങ്ങളുണ്ട്, ജീവജാലങ്ങളുണ്ട്, സസ്യങ്ങളുണ്ട്, മറ്റുള്ള ഭൂമിയുണ്ട്. അതെല്ലാം ചേരുമ്പോഴാണ് മെജോറിറ്റി ആകുന്നത്. എല്ലാം കൂടെ ചേർത്തേ മെജോറിറ്റി ആയിട്ട് പരിഗണിക്കാൻ പറ്റത്തുള്ളൂ. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് കുറെ 10 പേരിൽ 6 പേര് തീരുമാനിക്കുന്ന മെജോറിറ്റി ആണെന്ന് പറഞ്ഞാൽ മെജോറിറ്റി ആകത്തില്ല. അതിൽ ഒരാൾ ഈ പറഞ്ഞ ആകാശവും സമ്പൂർണ്ണമായിട്ടുള്ള അവസ്ഥയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അയാളാണ് മെജോറിറ്റി. ബാക്കി 9 പേരും പൊട്ടന്മാരാ. മനസ്സിലായോ? ഇയാളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, ഇയാളെ തകർക്കാനും പറ്റത്തില്ല. മനസ്സിലായി? 9 പേരും എതിർക്കുകയാണ്. പക്ഷെ ഇയാൾ ഈ സമ്പൂർണ്ണമായിട്ടുള്ള സാക്ഷരതയിലായിരിക്കുന്നത്. അയാൾ അങ്ങനെ ഇരിക്കും, അയാളൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവർക്ക്. കാരണം ഇയാൾ പ്രപഞ്ചത്തിൻ്റെ സമസ്തതയുമായിട്ട് സമഷ്ടിയാണ്, വെഷ്ടിയാണ്, എന്താണ്ട് പറയുമല്ല, സമഷ്ടി. അത് ഈ പുതിയതായിട്ട് കെട്ടിക്കേറ്റ വാക്കാണ്. എവിടെ നമുക്ക് ഏത് വാക്കും നമ്മൾ ഒരുപോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഉപയോഗിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ തട്ടിവിടുന്നു. വെട്ടിപ്പിടിച്ചെന്നാ വെട്ടാതെ പിടിച്ചെന്നാ ഒരു കാര്യമില്ല അണ്ണാ. ഇത് ഭയങ്കര സിമ്പിളാണ്. കാരണം ഉള്ളിലാണ് അനുഭവം. മനസ്സിലായി? പുറമേ അല്ല. പുറമേ നമുക്ക് സങ്കല്പങ്ങൾ മാത്രമേ ഉള്ളൂ, പുറമേ അനുഭവിക്കാൻ പറ്റത്തില്ല. പുറമേ ആരും അനുഭവിക്കുന്നില്ല, ഉള്ളിലാണ് അനുഭവം. മനസ്സിലായോ? ഉള്ളിലാണ് ഈ മർദ്ദം കംപ്ലീറ്റ് ഫീൽ ചെയ്യുന്ന ഉള്ളിലാണ്. ഈ സെൻസ് ഓർഗൻസ് എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ ഈ ബന്ധം. സെൻസ് ഓർഗൻസ് എന്നല്ലേ പറയുന്നത്, അല്ലേ? എന്നിട്ട് ഇത് എവിടെയാണ് കണക്റ്റ് ആയിരിക്കുന്നത്? ഉള്ളിലോട്ടാണ് കണക്റ്റ് ആയിരിക്കുന്നത്, അതിൻ്റെ പുറത്തോട്ടല്ല. നമ്മളിപ്പോൾ സ്കിന്നെടുക്കുക, സ്കിന്നിൻ്റെ എന്തെന്ന് ഡെർമറ്റോളജിസ്റ്റിനോട് ചോദിച്ചാൽ മതി. മനസ്സിലായ? സ്കിന്നിൻ്റെ പ്രവർത്തനം ഒരു 60% പൊള്ളിയിട്ടുണ്ടെങ്കിൽ, ഒരു എബോവ് 50% സ്കിന്ന് പൊള്ളിയിട്ടുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ക്രിട്ടിക്കലാണ്, അല്ലേ? അല്ലേ? സ്കിന്ന് മാത്രമല്ല, ത്വക്ക് മാത്രമല്ലേ പൊള്ളിയുള്ളൂ. ത്വക്ക് പൊള്ളിയിട്ട് ഒരു 60% ത്വക്ക് പൊള്ളിയ ആൾ മരിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്താ കാരണം? അത് സ്കിന്ന് ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായ? സ്കിന്ന് ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾക്ക് ജീവിക്കാനുള്ള ഭാഗത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ത്വക്ക് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ജീവിക്കാനുള്ള ഭാഗത്ത്. അതുകൊണ്ടല്ലേ സ്കിന്നൊരു 60% ബേൺ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ക്രിട്ടിക്കൽ സിറ്റുവേഷനിലോട്ട് മാറുന്നത്. അല്ല, വേണ്ടല്ല 60 വേണ്ടല്ല, ഒരു വിരലിൻ്റെ അറ്റം ഒന്ന് പൊള്ളി നോക്ക്. ഒരു വിരലിൻ്റെ അറ്റം ഒന്ന് പൊള്ളി നോക്കട്ടെ, എന്ത് സംഭവിക്കും? അല്ല, വിരലൊന്ന് പൊള്ളിയാലും പിന്നെ നമ്മൾ മൊത്തം ഒരു മുറിവുണ്ടാകുന്നതിനേക്കാൾ കൂടുതലാണ്. കാരണം പൊള്ളിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം അവിടെ അറ്റൻഷൻ കൊടുക്കേണ്ടി വരും. നമുക്ക് അവിടെ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് നമ്മുടെ അറ്റൻഷൻ ഡ്രോ ചെയ്യുന്നത്. കാരണം സ്കിന്നിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള പെർഫോമൻസാണ്. സ്കിന്ന് ഈ എൻവയോൺമെൻറ്റുമായിട്ടുള്ള ആ ലെയിൻസ് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഭയങ്കര റിച്ച് ഇൻ്റലിജൻസാണ് സ്കിന്നുകൊണ്ട് മാത്രം വർക്ക് ചെയ്യുന്നത്. അതൊന്ന് കൺസിഡർ ചെയ്ത് നോക്കിക്കേ. അത് കൺസിഡർ ചെയ്താൽ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും അത്യാധുനികമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് അവിടെ ലഭ്യമാകുന്നത്. ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസമാണ് ആ വ്യക്തിക്ക് കിട്ടുന്നത്. അതാണ് റിയൽ വിദ്യാഭ്യാസം. കാരണം വിദ്യ എന്ന് പറയുമ്പോൾ നിലനിൽക്കുന്ന അവസ്ഥയുമായിട്ടുള്ള പൊരുത്തമാണ് വിദ്യാഭ്യാസം. നമ്മൾ നിലനിൽക്കാൻ കാരണമായിട്ടുള്ള വ്യവസ്ഥയുമായിട്ടുള്ള ബന്ധമാണ് വിദ്യ. എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത്? അതുമായിട്ട് പൊരുത്തപ്പെട്ടിരിക്കാൻ, അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങളെ വിദഗ്ധമായിട്ട് ഒഴിവാക്കുന്നതിനാണ് വിദ്യാഭ്യാസം. എന്നാലേ നിലനിൽക്കത്തുള്ളൂ. അതിൻ്റെ കുറേ കാശുള്ളതുകൊണ്ട് നിലനിൽക്കുമോ? കുറേ കാശ് കൈ കിട്ടിയോണ്ട് ആളെങ്ങനെ നിലനിൽക്കുന്നത്? ആൾ നിലനിൽക്കത്തില്ല. മനസ്സിലായി? മറ്റുള്ളവരുടെ മുമ്പിൽ ഇയാൾ ശരിയാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നിലനിൽക്കുമോ? അതുകൊണ്ട് നിലനിൽക്കത്തില്ല.
വിദ്യ തന്നെ വേണം. വിദ്യാഭ്യാസം, ആർക്കാണ് വിദ്യാഭ്യാസം വേണ്ടത്? അവിടെ ആർക്കാണ് തെളിച്ചത്തിൽ നിൽക്കേണ്ടത്? ആ തെളിഞ്ഞ് നിൽക്കാനാണ് വിദ്യാഭ്യാസം ഉപയോഗിക്കുന്നത്. വിദ്യാഭ്യാസം. അപ്പോൾ അവിടെ വിശ്വാസം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ് വിശ്വാസം എന്ന് പറയുമ്പോഴത്തേക്കും എന്തോ ഒന്നുമുണ്ട്, പക്ഷെ ഉറപ്പൊന്നുമില്ല. പക്ഷെ ബുദ്ധി കൊണ്ട് ഉറപ്പിക്കണം അത് ശരിയാണ്. നോക്കണേ, വിശ്വാസത്തിൽ വരുന്ന പ്രശ്നം എന്താണ്? ഉള്ള ശരീരം, അതിനകത്ത് വ്യവസ്ഥകളൊന്നും, വൃത്തിയായിട്ടുള്ള യാതൊരു വ്യവസ്ഥയുമില്ല. പക്ഷെ ബുദ്ധി കൊണ്ട് ഈ ശരീരം ഉറപ്പിക്കണം, ബലം പിടിച്ച്. വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അപകടമാണ്. ശരീരം ബലം പിടിച്ചു. വിശ്വാസിക്ക് വരുന്ന കുഴപ്പം എന്താണ്? ശരീരം സ്ഥൂല ശരീരമാക്കി. ആരെന്ത് പറഞ്ഞാലും സ്ഥൂല ശരീരമാക്കി കളഞ്ഞു. അതുകൊണ്ട് സൂക്ഷ്മത നഷ്ടപ്പെട്ട് ഇന്ദ്രിയങ്ങൾ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്ത്, മനസ്സിലായ? സെൻസ് ഓർഗൻസ് കംപ്ലീറ്റ് ബ്ലോക്കായി. സൂക്ഷ്മത്തിൽ ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് വ്യക്തി ജീവിക്കത്തില്ല. പിന്നെ മരിച്ചു പോകത്തേ ഉള്ളൂ, അല്ലേ? ഏതൊരു വിശ്വാസിയുടെയും ഭാവം ഇതാ. വിശ്വാസി ഒരിക്കലും സൂക്ഷ്മ തലത്തിലോട്ട് എത്തത്തില്ല. എന്താ കാരണം? തീരുമാനങ്ങളാണ്. ലോക്കിട്ട് പൂട്ടി വെച്ചു. ലോക്കിട്ട് പൂട്ടി. കുറച്ചുകൂടി തിരിഞ്ഞേ, കുറച്ചുകൂടി. ഇത്ര നല്ല ലുക്ക് ഉണ്ട്. വിശ്വാസിയുടെ ഇന്ദ്രിയങ്ങള് പ്രവർത്തിക്കുന്നില്ല. വിശ്വാസി നിരന്തരം പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ വിശ്വാസം ഉറപ്പിക്കാൻ എന്ത് ചെയ്യണം? നിരന്തരം ബലം പിടുത്തം തുടരണം. വിശ്വാസിയുടെ പ്രവൃത്തി എങ്ങനെയാണ്? വിശ്വാസിയുടെ പ്രവൃത്തി എപ്പോഴും ആവർത്തിച്ച് ആ കൃത്യസമയത്ത് ഇന്നത് ചെയ്ത് ഉറപ്പിച്ച് ശരീരം ഇങ്ങനെ മുറുകി രക്തോട്ടമൊക്കെ കുറഞ്ഞ് മനസ്സിലായോ? ബാറ്ററി ഇല്ലേ? അല്ലേ ബാറ്ററി മനസ്സിലായോ? നിരന്തരം ബലം പിടിച്ച് ഈ വ്യക്തി തന്നെത്താൻ ഈ ബലം പിടുത്തം കൊണ്ട് ശരീരത്തിൽ രക്തോട്ടം ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ കുറയുമെന്ന് ഒരു വ്യക്തതയും കിട്ടത്തില്ല. ഇതൊന്ന് അയച്ചു കൊടുത്ത് നോക്കിക്കേ. പക്ഷെ ഇവിടെ അയച്ചു കൊടുക്കാൻ പറ്റത്തില്ല. കാരണം വിശ്വാസത്തിൻ്റെ ഭാഗത്ത് കുറേ ആൾക്കാരോട് കുറേ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അവരുമായിട്ടുള്ള ബന്ധം പോവും. അവരുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ ജീവനായിട്ടുള്ള ബന്ധം കളയും. ബാറ്ററി എന്തിനാ ആവശ്യത്തിന് മേടിച്ചില്ല? AA ബാറ്ററി മേടിച്ചിട്ടില്ല. ട്രിപ്പിൾ ഇല്ല. ട്രിപ്പിൾ ആവശ്യം. അപ്പം നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ അവിടെ എന്താ കാണുന്നത്? ഇതിൻ്റെ പെർഫോമൻസ് അല്ലേ കാണേണ്ടത്? ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത്? അതല്ലേ വേണ്ടത്? ഇത് വളരെ സിമ്പിളാണ്. നമ്മളെങ്ങനെയാണ് ഇരിക്കുന്നത്, ശരീരത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? ഇപ്പോൾ എല്ലാവരും ചോദിക്കുക അതിൻ്റെ പർപ്പസ് എന്താണ്? ഓക്കെ, അതിൻ്റെ പർപ്പസ് എന്താണ്? അതിൻ്റെ പർപ്പസ് അവിടെ നോക്കിയാലേ കാണത്തുള്ളൂ. അണ്ട് വേറെ വല്ലവരോടും ചോദിച്ചറിയാൻ പറ്റുമോ പർപ്പസ് എന്താണ്? വിശക്കുമ്പോൾ എന്താണ് പർപ്പസ്? ആഹാരം കഴിക്കണം, അതാണ് പർപ്പസ് അല്ലേ? വിശക്കുമ്പോൾ ആഹാരം കഴിക്കണം, അതാണ് പർപ്പസ്. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം, അതാണ് പർപ്പസ്. അപ്പോൾ ശരീരത്തിൻ്റെ പർപ്പസ് എന്താണ്? ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതെല്ലാം ചേർന്ന് വെള്ളം കുടിച്ച്, ആഹാരം കഴിച്ച്, ശ്വാസമെടുത്ത്, ശബ്ദം കേട്ട്, വെളിച്ചം കേട്ട്, പിന്നെ എന്ത് ചെയ്യണം? പിന്നത്തെ പർപ്പസ് എന്താണ്? ഇതെല്ലാം നമ്മൾ മീറ്റ് ചെയ്ത് ഇനി അടുത്തത് എന്തായിരിക്കും? പർപ്പസ് എന്താണ്? എന്തായിരിക്കും? അല്ല, കേൾവിയും ശബ്ദവും വെളിച്ചവും എല്ലാം കഴിഞ്ഞ് എല്ലാ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തിൽ നമ്മൾ അംഗീകരിച്ചു. ഓക്കെ, പിന്നെ എന്തായിരിക്കും? അത് നിലനിൽക്കണം, ജീവിക്കണം. അത്രയല്ലേ ആവശ്യമുള്ളൂ. അത് ജീവിക്കണം, അത് നിലനിൽക്കണം. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം. മനസ്സിലായോ? അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. കാരണം നിലനിൽക്കുക. വിശന്നിരിക്കുന്നു, വിശക്കുമ്പോൾ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ നിലനിൽക്കുമോ? വളരെ സിമ്പിളാണ്. വിശക്കുമ്പോൾ ഭക്ഷണം കഴിച്ചില്ല,
ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അവിടെ ആരാണ് തെളിഞ്ഞു വന്നത്, ആ തെളിച്ചം കുറയുന്നല്ലേ? അത്രയല്ലേ? ഇത് തന്നെയാണ് ആത്യന്തികമായിട്ട് അതാണ് സംഭവിക്കുന്നത്. ആത്യന്തികമായിട്ട് അതാണ് സംഭവിക്കാൻ പോകുന്നത്. ശ്വാസം കൊടുത്തില്ലെങ്കിൽ നിലനിൽക്കുമോ? വെള്ളം കൊടുത്തില്ലെങ്കിൽ നിലനിൽക്കുമോ? ഇത് തന്നെയാണ്. ഇതെല്ലാം കൂടി കൊടുത്താലും സംഭവിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. എവിടെ പരിശോധിച്ചാലും നമുക്ക് യാതൊരു കോൺഫ്ലിക്റ്റും ഇല്ലാണ്ട് ഇത് തെളിഞ്ഞു വരും. നിലനിർത്താനാണ്. മനസ്സിലായി? അത് സ്ഥൂലത്തെ പരിശോധിച്ചാലും കാണാം, സൂക്ഷ്മത്തിൽ പരിശോധിച്ചാലും കാണാം. അതിനകത്ത് എല്ലാ ഇന്ദ്രിയങ്ങളുടെയും താല്പര്യം ഒന്ന് തന്നെയുമാണ്. അല്ലേ? അല്ലാണ്ട് വേറെ എന്താ ഉള്ളത്? ഇത് എങ്ങനെ നമ്മൾ തന്നെ ഡയഗ്നോസ് ചെയ്താൽ മതി. നമ്മുടെ പർപ്പസ് എന്താണെന്ന്. ഇതെല്ലാം ചേരുമ്പോൾ വേറെ പർപ്പസ് ഉണ്ടാവുക. ഇതെല്ലാം ചേരുമ്പോൾ പർപ്പസ് വേറെ ഇതാവുമോ? ഇത് പക്ക സിമ്പിൾ. ഏത് വ്യക്തിക്കും ഇതിനകത്ത് എവിടെയാണ് വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗം? വിശക്കുമ്പോൾ വിശപ്പിന് ആഹാരം കഴിക്കുന്നതിൻ്റെ പർപ്പസ് വേറെ എന്താണ്ടാണ്. എങ്ങനെയിരിക്കും? ഇത് ലൈവാ? മനസ്സിലായോ? എന്തോ ഒരുമിച്ചിരിക്കുമ്പോൾ കൂടുതൽ റിച്ച് ആവും പറഞ്ഞില്ലേ? അതെങ്ങനെ ഈ ഒരുമിച്ചിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് കൂടുതലായിട്ട്? അതായത് നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നു. അപ്പോഴെന്തായിരിക്കും? അവിടെ ഒരുമ നഷ്ടപ്പെട്ടു വന്ന് വിഘടിക്കുന്നു അല്ലേ? അതല്ലേ സംഭവിക്കുന്നത്? അതാണ് സംഭവം. ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ഒരുമയല്ലേ വരുന്നത്? അതെ. അപ്പം നമുക്ക് ചേർച്ച, ആ ചേരുന്ന ഭാഗം. ഒരു വ്യക്തി വരുമ്പോൾ തന്നെ നമ്മുടെ ശരീരം അവിടെ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. നമ്മളിത് അറിയുന്നില്ല. പക്ഷെ നമ്മളിവിടെ പറയാം, അവൻ എൻ്റെ കയ്യിൽ നിന്ന് 10 രൂപ കൊണ്ടുപോയിട്ട് തരാണ്ട് കിടക്കണവനാ. ഒരുമ പോയാ അവനെൻ്റെ കയ്യിൽ നിന്ന് 10 രൂപ മേടിച്ചിട്ട് തരാണ്ട് കിടക്കണം. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? എൻ്റെ ശരീരത്തിലെ ഒരുമ നഷ്ടപ്പെടുകയാണ്. 10 രൂപയല്ല, 10 കോടിയാണ് മേടിച്ചുകൊണ്ട് പോയത്. 10 രൂപയ്ക്കാണെങ്കിൽ സാരമില്ല, പോട്ടെന്ന് വിചാരിക്കാം. 10 കോടിയാണെങ്കിലും സെയിം മനോഭാവമാണ്. കാരണം 10 കോടിയേക്കാൾ അമൂല്യമായിട്ടുള്ള നിധിയാണ് നമ്മളുടെ ഒരുമയെന്ന് പറയണത്. ഇത് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല, ഒരു സംശയവും വേണ്ട. കാരണം 10 കോടിയേക്കാൾ വലുതായിട്ട് ഇതുണ്ട്. അല്ലെങ്കിൽ 10,000 കോടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവരുടെ കണ്ണ് തള്ളിപ്പോയി, അതങ്ങോട്ട് ഉപേക്ഷിച്ച് ഒന്നും സംഭവിക്കാൻ പോണില്ല. 10,000 കോടി ഉപേക്ഷിച്ചാലും നമുക്ക് ഒരു നാശവും സംഭവിക്കാൻ പോണില്ല. മനസ്സിലായ? നശിക്കത്തില്ല. നമ്മൾ നശിക്കുന്നത് 10,000 കോടി നമ്മൾ ആർത്തിയോടുകൂടി സമ്പാദിക്കാൻ നോക്കുമ്പോഴാണ് നമ്മൾ നശിക്കുന്നത്. അത് സമ്പാദിക്കാൻ നോക്കുമ്പോൾ നമ്മളിലെ ഒരുമ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇത് അനുഭവത്തിൽ കൊണ്ടുവരുമ്പോഴേ ഇത് മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ കഥയില്ല. കാരണം എത്ര പറഞ്ഞാലും കാര്യമില്ല. മനസ്സിലായ? ജീവിക്കാൻ തുടങ്ങണം. മനസ്സിലായി? ജീവിക്കാൻ തുടങ്ങിയാൽ മാത്രമേ ഈ കാര്യത്തിൽ പ്രസക്തിയുള്ളൂ, അല്ലെങ്കിൽ കേട്ടിട്ട് ഒരു കാര്യമില്ല. ഇറങ്ങണം. രണ്ടും കൽപ്പിച്ച് ഇറങ്ങണം. ഇത് തീരുമാനം എടുത്ത് തന്നെ ഇറങ്ങണം. മനസ്സിലായി? അല്ലെങ്കിൽ നിങ്ങളുടെ കാശ് നിങ്ങൾ കളയണ്ട. മനസ്സിലായി? നിങ്ങളുടെ കാശ് പോയി നിങ്ങൾ വെട്ടിപ്പിടിച്ച് കോടതിയിൽ പോയി അടിക്കുക പിടിക്കുക എന്തെങ്കിലും ചെയ്ത് മേടിച്ചെടുക്കുക. മനസ്സിലായി? കാരണം അല്ലെങ്കിൽ നിങ്ങൾ കാശ് ഉപേക്ഷിച്ചിട്ട് നിങ്ങളിന്ന് ദുഃഖിച്ച് വേറെ മാനസിക രോഗം വന്ന് മരിച്ചു പോകും. മനസ്സിലായി? ഇതിൻ്റെ സത്തറിയാതെ ഈ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കരുത്. ഈ സത്ത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് പറഞ്ഞെന്ന്, അല്ലടെ ഒരാൾ പറഞ്ഞുകൊണ്ട് എനിക്ക് കിട്ടേണ്ട കടങ്ങളെല്ലാം കാശെല്ലാം ഞാൻ ഉപേക്ഷിച്ച് ഒരു രക്ഷയില്ല. ഇയാൾ മാനസികമായിട്ട് രോഗിയായിട്ട് മാറും. വിശ്വാസിയെ പോലെ. വിശ്വാസിയെ പോലെ. മനസ്സിലായ? ഒരു സംശയം വേണ്ട. ഇത് തനിയെ തെളിച്ച് അനുഭവിച്ച് തന്നെ കൊണ്ടുവരണം. നമുക്ക് കിട്ടാനുള്ള പണം കിട്ടിയില്ലേ
അല്ലെ കിട്ടാനുള്ളതെന്ന് ബന്ധത്തിനാണ് അവിടെ പ്രാധാന്യം. കിട്ടാനുള്ളതെന്ന് പറയണത് എങ്ങനെയാണ്? നമ്മളെങ്ങനെയാണ് തീരുമാനിക്കുന്നത് എനിക്ക് കിട്ടാൻ എന്താണ് ഉള്ളതെന്ന്? എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കല്ലേ? കടം കൊടുക്കുന്നെങ്കിൽ കിട്ടാനുള്ള ഹൈ കടം കൊടുത്ത് അല്ലേ? നോക്കണേ, ഈ കടം കൊടുത്തു എന്താണ് ചെയ്തത്? ശ്രദ്ധിച്ചു നോക്കണം. ഞാനൊരാൾ വീഴാൻ പോയപ്പോൾ ഞാൻ കയറി പിടിച്ചു. ഞാൻ കയറി പിടിച്ചത് എന്തുകൊണ്ട് പിടിച്ചു? ആള് വീഴാതിരിക്കാൻ പിടിച്ചു. ഇതെന്താണ്? എൻ്റെ ധർമ്മമാണ്. ഞാൻ പിടിച്ചില്ലായിരുന്നെങ്കിൽ കണ്ടേനമായിരുന്നു എന്ന് പറഞ്ഞാൽ അതാരാണ് പിടിച്ചത്? ആ പിടുത്തത്തിന് യാതൊരു വാല്യൂ ഇല്ല. ഞാൻ പിടിച്ചില്ലായിരുന്നെങ്കിൽ കണ്ടേനമായിരുന്നു. പിടിക്കാൻ സാധിച്ചതിൽ ഞാൻ ആനന്ദിക്കുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലായി? എനിക്ക് പിടിക്കാൻ സാധിച്ചു, അതിൽ ഞാൻ പരിപൂർണമായിട്ട് സന്തോഷിക്കുകയാണ് വേണ്ടത്. അല്ലേ? റിസൾട്ട് അവിടെ കിട്ടിക്കഴിഞ്ഞു ഓൾറെഡി. എനിക്ക് പിടിക്കാൻ സാധിച്ചു, അത് എൻ്റെ ഒരു അനുഗ്രഹമാണ്. പിടിക്കാൻ പറ്റാതെ പോയിരുന്നെങ്കിൽ അതെൻ്റെ ഒരു ദുഃഖമാണ്. അത് കാരണം ഞാൻ അലേർട്ടല്ലായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ ജീവിക്കുന്ന ഭാഗത്തില്ലായിരുന്നു. നമുക്ക് അവിടെ അത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. എക്സാക്ട്ലി. നമ്മളവിടെ ഒരു ജഡ്ജ്മെന്റിന്റെ ഭാഗത്തോട്ട് പോയ ഒരു കാര്യം ഞാൻ പറയാം. നമ്മളിപ്പം ഒരു ദൂർത്തടിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് അയാളുടെ ദൂർത്ത് മൂലം അയാൾ കടക്കണിയിലായി. അയാൾ വന്ന് വീണ്ടും നമ്മളോട് കടം ചോദിക്കുക. അപ്പം നമ്മള് ഉള്ളുകൊണ്ട് ജഡ്ജ് ചെയ്യുകയാണ്, അയാൾ അങ്ങനെ ജീവിച്ചത് കൊണ്ടല്ലേ അയാൾ കടക്കണിയിലായത് എന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് എന്നിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്തു. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അയാൾ തിരിച്ചു തരണം. കാര്യം അയാൾ ദൂരത്തടിച്ച് ജീവിച്ചതായത് കൊണ്ടെന്നുള്ള ഒരു ജഡ്ജ്മെന്റിന്റെ ഭാഗത്ത് പോയിട്ടുണ്ട്. അവിടെ നമ്മൾ ഹെൽപ്പ് ചെയ്തത് എങ്ങനെ വാല്യൂയിലിടും? അതായത് ഇപ്പം അരുൺ പറയുന്നത് ദൂർത്തടിച്ച് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളെങ്ങനെ ഇത് അനുഭവത്തിൽ എന്താണ് കാണുന്നത്? എന്താണ് ഹെൽപ്ലെസ് ആയിട്ട് വന്നതാണ് അനുഭവത്തിൽ കാണുന്നത്. അല്ല, അതൊന്നും അനുഭവത്തിലില്ല. മനസ്സിലേ? ഈ ദൂർത്തടിച്ചെന്ന് പറഞ്ഞ സംഭവം ഒന്നും നമ്മുടെ അനുഭവത്തിലൊന്നുമില്ല. അപ്പോൾ ഒരു വ്യക്തി നമ്മുടെ അടുത്ത് വന്നിച്ചും കുറേ ക്ലേശങ്ങളും കാര്യങ്ങളും എല്ലാം പറയുമ്പോഴും നമ്മൾ ഇയാളുമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ വ്യക്തി പറയുന്ന കാര്യങ്ങളൊന്നുമല്ല, ഈ വ്യക്തിയോടുള്ള ബന്ധത്തിനാണ് സ്ഥാനം കൊടുക്കുന്നത്. അവിടെ ഈ വ്യക്തിക്ക് ഈ വ്യക്തിയോടുള്ള ബന്ധമില്ലായ്മയാണ് ഈ വ്യക്തിയുടെ പ്രശ്നം. ഈ വ്യക്തിക്ക്